2025 ഇറങ്ങുമെന്ന് പറഞ്ഞ സാധനം ഇനി 2026 ഇറങ്ങുള്ളൂ. പറഞ്ഞു വരുന്നത് നമ്മുടെ ആ മൈക്രോസോഫ്റ്റിന്റെ മായ എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റിനെ കുറിച്ചാണ്. അതിന്റെ മെയിൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇവർക്ക് നല്ലൊരു എക്യൂപ്ഡ് ആയിട്ടുള്ള ഒരു ടീമില്ല. അതേപോലെ തന്നെ ആ ഒരു ഡിസൈനിൽ ഇവർ ആദ്യം ചെയ്യാൻ വിചാരിച്ച സാധനമല്ല ഒരു ഔട്ട്പുട്ടായിട്ട് വന്നേക്കുന്നത്. ആ ഒരു ഡിസൈനിലുണ്ടായ മാറ്റം ഇതെല്ലാം കൂടെ കൂടിയപ്പോഴാണ് ഇത്രയും, അതായത് ഒരു വർഷം ഇനിയോളം ഡിലേ ആകുന്നത്. അതായത് ഇവരിപ്പം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻവിഡിയൻ്റെ ചിപ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് എൻവിഡിയക്ക് വെറുതെ ആയിട്ട് ഇങ്ങനെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ സ്വന്തമായിട്ടൊരു ചിപ്സെറ്റ് ഉണ്ടാക്കാനാണ് ഇവർ തീരുമാനിച്ചത്. നമ്മുടെ ഗൂഗിൾ ആണെങ്കിലും അതേപോലെ തന്നെ ആമസോണൊക്കെ ആണെങ്കിലും അവർക്ക് സ്വന്തമായിട്ടുള്ള ചിപ്സെറ്റ് ഉണ്ട്. അവർ കുറേയധികം വർഷങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയത്. ഈ എൻവിഡി ആണെങ്കിൽ 2015 അവന്മാർ ആ ചിപ്സെറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് AI ഇൻ്റഗ്രേഷന് വേണ്ടി. നമ്മളിവിടെ അറിഞ്ഞു വരുന്ന, നമ്മൾ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ട് പോലെ AI കുറിച്ചൊന്നും അധികം ആൾക്കാരും അറിയാത്ത ഒരു സമയത്ത് തന്നെ എൻവിഡി ആ ഒരു ചിപ്സെറ്റ് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. ആ ഒരു സമയം, അതായത് 10 വർഷം കൊണ്ട് എൻവിഡി ഉണ്ടാക്കിയ ആ ഒരു ചിപ്സെറ്റിന്റെ ക്വാളിറ്റിയാണ് ഏകദേശം വിത്തിൻ ഫ്യൂ ഇയേഴ്സ് കൊണ്ട് ഈ ഒരു മൈക്രോസോഫ്റ്റ് അക്വയർ ചെയ്യാനായിട്ട് അവന്മാർ ശ്രമിക്കുന്നത്. മായ ഇറങ്ങിയാലും നമ്മുടെ എൻവിഡിയന്റെ ആ ഒരു ചിപ്സെറ്റ് ഉണ്ടല്ലോ, ബ്ലാക്ക്വെൽ എന്ന് പറയുന്നത്, ആ ഒരു ചിപ്സെറ്റിന്റെ അത്ര എക്യുപ്ഡ് ആയിരിക്കില്ല. അതേപോലെ ആ ഒരു പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ അങ്ങനെ ഒരു സാധനം തന്നെ ഈ ഒരു മായക്ക് ഉണ്ടാവില്ലെന്ന് അവർക്ക് തന്നെ ഇപ്പം നല്ലൊരു ബോധ്യമുണ്ട്. കാരണം അത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, നല്ല ടെക്നീഷ്യൻസ് എല്ലാം കൂടിയിട്ടാണ് എൻവിഡിയക്ക് ഇത്രയും നല്ലൊരു അടിപൊളി സാധനം, ബ്ലാക്ക്വെൽ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചത്.